ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹായ്. ഞങ്ങളെ കുറച്ച് മീൻ വാങ്ങിയത് അനിയൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പോവാണേ. അമ്മ അവിടെയാണ്. അനിയൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. നോക്കിക്കോളൂ, എന്ത് രസമാണെന്നറിയോ. ചുറ്റും പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള വഴിയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് വഴിയെ കാണിച്ചു തരാം. പോകുന്ന വഴി നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. പാടം നല്ല വിളഞ്ഞ് പൂത്ത് നിൽക്കുകയാണ്. കൊയ്യാൻ പാകമായിട്ട് ചുറ്റും കണ്ടില്ലേ, നല്ല രസമാണ്. പിന്നെ ആ കാണുന്ന മലനിരകൾ കല്ലടിക്കോടൻ മലനിരകളാണ് ആ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഈ കാണുന്നത് ധോണിമലയാണ്. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിമോള് അനിയൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പാടങ്ങളൊക്കെ കൊയ്യാറായിട്ടുണ്ട് കേട്ടോ. ഉണ്ണിമോളും ഉണ്ണിക്കുട്ടൻ എൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞ് അതാ കാണുന്ന ഒരു ചെറിയ തോട്, ആ തോട്ടുപാലം കഴിഞ്ഞിട്ട് അപ്പുറത്ത് കാണുന്ന ആ വെള്ള വീടുകളില്ലേ, അതിലൊരു വീടാണ് അനിയൻ്റെ വീട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയെ ഓരോ കാഴ്ചകളുണ്ട്, വളരെ മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ. പാടവും തെങ്ങും തോടും ഒക്കെ ആയിട്ട്. ഈ ഭാഗം കൊയ്യാറായിട്ടുണ്ട്. നെല്ലൊക്കെ നന്നായി വിളഞ്ഞിട്ടുണ്ട്. നമ്മൾ തോട്ടിലെത്തിയിട്ടുണ്ട്. ചെറിയൊരു തോട്ടുപാലമുണ്ടേ. അത്യാവശ്യം തോടൊന്ന് തേകി പറ്റിച്ചാൽ നല്ല മീനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തെ പാടങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെ നടന്നു പോയി അത് ആ കാണുന്ന വരമ്പ് വഴി കയറിയാൽ അനിയൻ്റെ വീടായി. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കണ്ടില്ലേ, കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഫുട്ബോൾ. നമ്മൾ ആ പാടം കയറി അവിടെ നിന്ന് നേരെ അവിടെ ഒരു വീട് പണി നടക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് നേരെ ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും നടക്കാണ്. അനിയൻ്റെ വീട് എത്താറായി. ഈ കാണുന്നതാണ് അനിയൻ്റെ വീട്. അനിയനും കുടുംബം ഇവിടെയാണ് താമസിക്കുന്നത്. അമ്മയും മുമ്പ് നമ്മളൊരു വീഡിയോയിൽ അമ്മ മുള്ള് കെട്ടുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ മുള്ള് കൊണ്ട് അമ്മ കെട്ടിയ വേലിയാണ് കേട്ടോ. മനോഹരമായി അമ്മ കെട്ടിയ വേലിയാണ് ഈ കാണുന്നത്. ഓരോ തവണ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ വീടിന് മുന്നിൽ വാലാട്ടിക്കൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജാങ്കോ എന്ന പട്ടിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ മാസം അവൾ നമ്മളെ വിട്ടുപോയി. അവിടെ എത്തിക്കണ്ട മനോഹരമായ മറ്റൊരു കാഴ്ച, വീടിന് മുമ്പിൽ വെച്ചിരുന്ന മാവിൻ തൈ പൂത്ത് അതിൽ നിറയെ മാങ്ങകൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഞങ്ങളിവിടെ എത്തുന്നതിന് അല്പനേരം മുമ്പ് വരെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ അമ്മ പോയി കതിര് പെറുകിക്കൊണ്ടുവന്ന് വച്ച കാഴ്ചയാണിത്. അങ്ങനെ ഞാനും കുട്ടികളും വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കയറിയിരുന്നു. ഞങ്ങളവിടെ എത്തിയതും എന്നത്തെയും പോലെ അമ്മ അവിടെ ഉണ്ടായിരുന്ന പലഹാരങ്ങളുമൊക്കെ എടുത്ത് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഞങ്ങളത് പരസ്പരം പങ്കിട്ട് കഴിച്ചു. പങ്കിട്ട് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അമ്മ വറ്റലുണ്ടാക്കി ടെറസിന് മുകളിൽ വെച്ച കാര്യം പറഞ്ഞത്. പിന്നെ വറ്റലെടുക്കാനായി ഞാനും ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും കൂടെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. പകലത്തെ ചൂടിൽ നിന്ന് കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ടെറസിന് മുകളിൽ നിറയെ ഓല വെട്ടിയിട്ടിരിക്കുന്നു. മുമ്പ് ഈ വീടിന് ചുറ്റുമുള്ള പറമ്പിൽ നിറയെ മരങ്ങളായിരുന്നു. ഈ കാണുന്ന പറമ്പിലൊക്കെ ധാരാളം വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായി ആ കാട് മൊത്തം അവർ വെട്ടിത്തെളിച്ചു. മരങ്ങളില്ലാതായാൽ എന്താണ് അവസ്ഥയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ പകൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത അത്രയും വലിയ ചൂടാണ്.
ആ നീല ഷീറ്റിട്ട് കാണുന്നത് ദിനേശേട്ടൻ്റെ വീടാണ്. മുമ്പ് ഞങ്ങൾ ഇവിടെ സ്ഥലം വാങ്ങുമ്പോൾ ദിനേശേട്ടനും ഞങ്ങളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വന്ന വീടുകളാണ് ഈ കാണുന്നത്. വൈകുന്നേരങ്ങളിൽ ഈ വീടിന് മുകളിൽ ഇരുന്നാൽ നല്ല കാറ്റാണ്. ദൂരെ ആ കാണുന്നതാണ് നമ്മൾ നടന്നു വന്ന ആ പാടം. ഈ കാണുന്ന പ്ലേറ്റിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് അമ്മ പറഞ്ഞ വറ്റൽ. അതെന്തോ ഭാരമുള്ള വലിയൊരു സാധനത്തെ പോലെ എടുത്ത് താഴോട്ട് നടക്കുകയാണ് ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും. താഴെ എത്തിയതും ടെറസിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ച വറ്റൽ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അമ്മയും ഉണ്ണിമോളും കൂടി. അങ്ങനെ ഉണ്ടാക്കി വെച്ച വറ്റലിൽ നിന്നും കുറച്ചെടുത്ത് ഒരു കവറിൽ പൊതിഞ്ഞ് അമ്മ ഉണ്ണിമോളുടെ കയ്യിൽ കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞതും അച്ചമ്മയോട് ടാറ്റ പറഞ്ഞ് ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും ഞാനും കൂടെ വീട്ടിലേക്ക് തിരികെ നടന്നു. അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങി. വരമ്പിലൂടെ ഉണ്ണിമോളും ഉണ്ണിക്കുട്ടനും എന്നേക്കാൾ മുമ്പിലായി നടന്നു. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ നിറയെ വൈക്കോൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പണ്ടത്തേതുപോലെ വൈക്കോൽ കെട്ടാൻ ആളെ കിട്ടാനില്ല. ഇപ്പോൾ മെഷീനാണ് വൈക്കോൽ കെട്ടുന്നത്. ഞാൻ പാടത്തേക്ക് ഇറങ്ങി നോക്കി. പാടത്ത് നല്ല ഈർപ്പമുണ്ടായിരുന്നു. ഈർപ്പമുണ്ടെങ്കിൽ വൈക്കോൽ കെട്ടുന്ന മെഷീൻ പാടത്തേക്ക് ഇറങ്ങാറില്ല. അതുകൊണ്ടായിരിക്കാം വൈക്കോൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. 2 ദിവസം വെയിൽ വന്നു കഴിഞ്ഞാൽ മെഷീൻ വന്ന് വൈക്കോൽ കെട്ടുമായിരിക്കും. മെഷീൻ കെട്ടിയ വൈക്കോൽ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വട്ടത്തിൽ ഒതുക്കത്തിൽ കെട്ടി വയ്ക്കും. കർഷകർക്കും അത് എളുപ്പമാണ്, അടുക്കി വയ്ക്കാനും മറ്റും. സന്ധ്യാസമയമായതുകൊണ്ട് ഈ സമയത്തെ പടിഞ്ഞാറൻ ആകാശത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഈ സമയത്തും പാടവരമ്പിൽ ധാരാളം തുമ്പകൾ പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും വീണ്ടും എൻ്റെ മുമ്പേ വരമ്പിലൂടെ നടന്നു. ഈ കാണുന്നത് കൊയ്ത്ത് മെഷീൻ പാടത്തേക്ക് ഇറങ്ങിയ വഴിയാണ്. ഇവിടെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയാൽ പിന്നീട് മറ്റൊരറ്റം വരെ കൊയ്ത്ത് തീർന്നിട്ടേ മെഷീൻ നിൽക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരികെ തോട്ടുപാലത്തിലെത്തി. തോട്ടുപാലത്തിൻ്റെ ഇടതുവശത്തുകൂടെ നടന്നാൽ ഒരു ചിറയുണ്ട്. കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന ചിറ. ഇവിടെ അത്യാവശ്യം ആളുകൾ വന്ന് കുളിക്കാറും അലക്കാറുമുണ്ട്. ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും ചിറയിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. ചിറയ്ക്ക് അധികം ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിനാണെങ്കിൽ നല്ല തെളിഞ്ഞ നിറമായിരുന്നു. ഉണ്ണിമോൾക്ക് മുമ്പ് വെള്ളത്തിലിറങ്ങാൻ പേടിയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഈ ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്തി അവരുടെ പേടി ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് അനാക്കോണ്ട എന്ന സിനിമ കണ്ടതിന് ശേഷം കുറേ കാലം പുഴയിലെയോ തോട്ടിലെയോ കുളത്തിലെയോ വെള്ളത്തിലിറങ്ങാതെ കഴിച്ചുകൂട്ടിയ എൻ്റെ കുട്ടിക്കാലം ഞാനിപ്പോൾ ഓർത്തുപോയി. ചിറയ്ക്ക് അക്കരെ ചെന്ന് നോക്കിയപ്പോൾ വരമ്പിൽ കമലച്ചേച്ചിയുടെ ആട്ടിൻകുട്ടികൾ മേയുന്നുണ്ടായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ കാണുമ്പോൾ കുട്ടിക്കാലത്ത് കതിര് പെറുക്കി നടന്നതിൻ്റെ ഓർമ്മകളാണ് മനസ്സിൽ വരുന്നത്. നെല്ലുണക്കം എന്നൊരു കവിതയുണ്ട്. ആ കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വെയിൽ സൂര്യൻ്റെ പക്കലാണ്, മുറ്റം മെഴുകേണ്ട ചാണകം അടുത്ത വീട്ടിലെ തൊഴുത്തിലാണ്. വെയിൽ സൂര്യൻ്റെ പക്കലാണ്, മുറ്റം മെഴുകേണ്ട ചാണകം അടുത്ത വീട്ടിലെ തൊഴുത്തിലാണ്. പുഴുങ്ങേണ്ട കലം വേര് പിടിച്ച് വീടിനകത്ത് മൂലക്കിരിപ്പാണ്. കൊയ്തെടുക്കേണ്ട അരിവാൾ കൊയ്ത്തു മറന്ന് രോഗശയ്യയിലാണ്. പുഴുങ്ങേണ്ട കലം വീടിനകത്ത് വേരു പിടിച്ച് മൂലക്കിരിപ്പാണ്. കൊയ്തെടുക്കേണ്ട അരിവാൾ കൊയ്ത്തു മറന്ന് രോഗശയ്യയിലാണ്. നെല്ല് കിനാവിൻ്റെ കൊയ്ത്തുപാടങ്ങളിൽ മാത്രമായി വിളഞ്ഞു നിൽപ്പാണ്. നെല്ല് കിനാവിൻ്റെ കൊയ്ത്തുപാടങ്ങളിൽ മാത്രമായി വിളഞ്ഞു നിൽപ്പാണ്. എല്ലാം അന്യമായി ഈ കാലത്ത് പാളങ്ങൾ താണ്ടി വരുന്ന വിശപ്പിൻ്റെ മരുന്നിനായി കാത്തിരിക്കുമ്പോഴും കാൽവെള്ളയിൽ ഉറഞ്ഞിരിപ്പുണ്ട് നെല്ലുണക്കി ചിക്കുമ്പോഴുള്ള പോയ കാലത്തിൻ്റെ കിരുകിരിപ്പ്. എല്ലാം അന്യമായി ഈ കാലത്ത് പാളങ്ങൾ താണ്ടി വരുന്ന വിശപ്പിൻ്റെ മരുന്നിനായി കാത്തിരിക്കുമ്പോഴും കാൽവെള്ളയിൽ ഉറഞ്ഞിരിപ്പുണ്ട് നെല്ലുണക്കി ചിക്കുമ്പോഴുള്ള പോയ കാലത്തിൻ്റെ കിരുകിരിപ്പ്. നെല്ലുണക്കം ഇവിടെ അവസാനിക്കുന്നു.
വൈകുന്നേരം പക്ഷികളൊക്കെ കൂടണയാൻ തുടങ്ങി. ആട്ടിൻകൂട്ടത്തെ ആട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കമല ചേച്ചി. ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും ചിറയിൽ നിന്നും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് നടക്കുകയാണ്. മനോഹരമായ ഒരു സന്ധ്യയാണിത്. ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ മനസ്സിനൊരു സന്തോഷം, ഒരു റിലാക്സ്. എവിടെയോ ഉത്സവത്തിന് ചെണ്ട കൊട്ടുന്നതിൻ്റെ ശബ്ദം വായുവിൽ കേൾക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും അതാ ഓടി. നല്ല രസമുള്ള കാഴ്ചകളാണ്. നമുക്ക് ഈ ഫ്രെയിം, ഈ 4 തെങ്ങ് നിൽക്കുന്ന ഫ്രെയിം എന്ത് രസമാണല്ലേ. 4 തെങ്ങും അതിന് നടുവിലൊരു മരവും അതിനപ്പുറത്ത് കാണുന്ന മലനിരകളും എന്ത് രസമാണല്ലേ. ഉണ്ണിക്കുട്ടൻ്റെ ഉണ്ണിമോളുടെയും പുറകിലായിട്ട് കമല ചേച്ചിയുടെ 3 ആട്ടിൻകുട്ടികളുണ്ട്. അവർ വീട്ടിലേക്ക് നടക്കുകയാണ്. വരമ്പിലാണെങ്കിൽ നിറയെ തുമ്പ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പാടങ്ങളൊക്കെ കൊയ്യാറായിട്ടുണ്ട്. തോട്ടിന് അക്കരെ മാത്രമാണ് കൊയ്ത്ത് കഴിഞ്ഞു. ഇവിടെ നിന്ന് അങ്ങനെ ആ അറ്റം വരെ കാണുന്നതും നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടത്തിൻ്റെ ഈ വശം കുന്നാണ്, അതുപോലെ തന്നെ ആ വശവും കുന്നാണ്. അപ്പോൾ മഴക്കാലത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ പ്രളയ സമാനമായിട്ട് വെള്ളം വരാറുണ്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഇക്കരയിൽ നിന്ന് അനിയൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു രക്ഷയുണ്ടാവില്ല. ഇവിടെ മുഴുവനും വെള്ളമായിരിക്കും. മനോഹരമായ ഒരു ഫ്രെയിമായിരിക്കും കേട്ടോ. കാരണം ആ ദൂരെ കാണുന്നത് കല്ലടിക്കോടം മലനിരകളാണ്. അതിന് താഴെ 2 വശവും നോക്കൂ, എന്ത് രസമാണല്ലേ. സ്വർണ്ണ നിറത്തിൽ കതിര് പൂത്ത് നിൽക്കുന്ന കാഴ്ച. നടുവിൽ ഒരു പച്ച വരമ്പ്. ഓ, ചിത്രം വരച്ചത് വെച്ചതുപോലില്ലേ. ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഓഹോ, എന്ത് രസമല്ലേ. ഞാൻ ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും ദൂരെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അനിയൻ്റെ വീട്ടിലൊക്കെ പോയി കുറേ കാഴ്ചകൾ കണ്ടു. നല്ലൊരു സന്ധ്യയായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ആ പിന്നിൽ കാണുന്ന വരമ്പിലൂടെ അങ്ങനെ ഇനി വീട്ടിലേക്ക് പോകണം. നേരെ ഇരുട്ടാവാറായി. ഉണ്ണിമോളും ഉണ്ണിക്കുട്ടനും ഉണ്ട്. എന്നാൽ ശരി, എല്ലാവരോടും ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.